വന്നപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് എടുത്തപ്പോൾ ആദ്യം നമുക്ക് LED ബൾബിൻ്റെ അത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതായിപ്പോയി. അങ്ങനെ നമ്മൾ സാറിനോട് പറഞ്ഞപ്പോൾ നമ്മൾ സാറാണ് നമുക്ക് ഈ ആശയം കൊണ്ടുവന്നത്. LED ബൾബ് റിപ്പയർ ചെയ്യുന്നതോടുകൂടി വേസ്റ്റ് വരാതിരിക്കാനും അത് പുനരുപയോഗിക്കാൻ കഴിയുമെന്ന് പറയാം. അങ്ങനെ നമുക്ക് തുരുത്തിക്കരയിൽ നിന്ന് തങ്കച്ച സാർ വന്ന് നമുക്ക് ട്രെയിനിങ് തരുകയാണ് ചെയ്തത്. ട്രെയിനിങ് ചെയ്തതോടുകൂടി നമ്മൾ വാർഡുകളിൽ നിന്ന് പീസായ ബൾബുകൾ എടുത്ത് തുച്ഛമായത് വരയ്ക്ക് അവർക്ക് തന്നെ അത് നന്നാക്കി തിരിച്ചു കൊടുക്കുന്നു. അതോടുകൂടി വേസ്റ്റിന് ഒരുവിധം നമുക്ക് പരിധിയിൽ കൊണ്ടുവരാൻ പറ്റി. പിന്നെ നമ്മളവിടെ ഫിലമെൻറ്റ് ബൾബുകളെല്ലാം മാറ്റി ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് LED ബൾബുകൾ ഇതാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പുതിയ LED ബൾബുകളും അതിൻ്റെ കൂടെ തന്നെ പുതിയ LED ബൾബുകളും വെളിയിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിലേക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് എല്ലാം ഇപ്പോൾ നമ്മൾ തന്നെയാണ് ബൾബുകൾ സംഭാവന ചെയ്യുന്നത്. ആൾക്കാർക്ക് അവർ പഴയ ബൾബുകൾ അവർക്ക് വലിച്ചെറിയണ്ടല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ അത് തന്നെ പകരം വൃത്തിയാക്കി കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്കും അതൊരു നല്ലതല്ല. അതും നമ്മളത് 1 വർഷം വരെ 1 വർഷത്തെ ഗ്യാരണ്ടി അതിനും കൊടുക്കുകയാണ്, പഴയ ബൾബ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് വെച്ച് നമ്മൾ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫീസ് ഇല്ലാതെ അത് രണ്ടാമത് പിന്നെ നമ്മൾ ശരിയാക്കി കൊടുക്കും. പിന്നെ നമ്മളെ പഞ്ചായത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബൾബുകളെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മൾ പുതിയ അടുത്ത പഞ്ചായത്തിൽ നിന്നുള്ള ഓർഡർ വന്നിട്ടുണ്ട്, അതിനുള്ള ഒരുക്കത്തിലാണ്.